ഇനി നമ്മൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ ഓഫീസാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഞ്ചാവ് കേസും ഹൈബ്രിഡ് ലഹരിയും ഒക്കെയായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളൊക്കെ ചോദ്യം ചെയ്യലിനൊക്കെ എത്തിയ സ്ഥലമാണ്. പക്ഷേ അവിടെ ഇന്ന് ഒരു പ്രത്യേക അതിഥി എത്തി. അത് നോട്ടീസൊന്നും കൊടുത്തിരുന്നില്ല, ചോദ്യം ചെയ്യലിനൊന്നും ഹാജരാകാൻ പറഞ്ഞിരുന്ന. പക്ഷെ ഒരാളെത്തി. ആരാണ് കക്ഷിയെന്ന് നോക്കാം. ഓട്ടോ ഡ്രൈവറായ ഷിബുവിന് റോഡിൽ നിന്ന് കിട്ടിയതാണ് മയിലിനെ. റോഡിൽ കൂടി നടന്ന് വാഹനത്തിനടിയിൽപ്പെടേണ്ട എന്ന് കരുതിയാണ് എടുത്തത്. ആദ്യം കണ്ട എക്സൈസ് ഓഫീസിലേക്ക് മയിലുമായി ഓടിക്കേറി. പതറി നടക്കുക വണ്ടി കിടക്ക് പോകണമെന്ന് വെച്ചാൽ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറ്റി ആരും വിളിച്ച് ഏൽപ്പിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നത്. ദേശീയ പക്ഷിയായ മയിലിനെ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പ് തങ്ങൾക്കില്ലെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനെത്തുന്ന സിനിമാ മേഖലയിലുള്ളവരെ കാത്തു നിൽക്കുകയായിരുന്ന മാധ്യമപ്രവർത്തകർ വിവരം വനംവകുപ്പിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥരെത്തി പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മയിൽ പറന്നുപോയി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അപ്പോൾ കക്ഷിയെ പിടികിട്ടിയില്ല, മയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ രഘു അതിനെക്കുറിച്ച് നമ്മളോട് പറയും. രഘു തന്നെ ഈ ചോദ്യം ചെയ്യലൊക്കെയായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് അല്ലേ മയിൽ കാഴ്ച കൂടി നമ്മുടെ കണ്ണിൽ തെളിയുന്നത്. സുരക്ഷിതമായിരിക്കും, അവിടെ പരിചിതമായ മയിലൊക്കെ ആയിരിക്കും എന്ന് കരുതാം അല്ലേ? ആലപ്പുഴയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇന്നലെ മുതൽ എക്സൈസിന്റെ ഓഫീസിലുണ്ട്. കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ചോദ്യം ചെയ്യലിന് വരുന്നത് ചിത്രീകരിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും മറ്റുമാണ് അവരുണ്ടായിരുന്നത്. രാവിലെയും എല്ലാവരും അവിടെ എത്തി. ആ സമയത്താണ് ഒരു 9 മണിയോടുകൂടി ഒരു കാക്കി വസ്ത്രം ധരിച്ച ഒരാൾ വേഗത്തിൽ ഓഫീസിലേക്ക് ഓടി വരുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടി. പിന്നാണ് കയ്യിലിരിക്കുന്ന മയിലിനെ ശ്രദ്ധിച്ചത്. ഷിബു എന്നായിരുന്നു ആ ഓട്ടോ ഡ്രൈവറുടെ പേര്. റോഡിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും വാഹനത്തിനൊക്കെ അടിയിൽ പെടുമോ എന്നുള്ളൊരു ഒരു മനുഷ്യത്വപരമായ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ഷിബു ആ മയിലിനെ എടുത്തുകൊണ്ട് വന്നത്. എവിടെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അടുത്ത് കണ്ടത് എക്സൈസ് ഓഫീസിലാണ്. അവിടേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ എക്സൈസിന് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വിവരം വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേഗത്തിലെത്തി. അതായത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ എക്സൈസ് ഓഫീസിന്റെ ഒരു സ്റ്റെയറിന്റെ അടിയിലേക്ക് മയിൽ കുറച്ചു നേരം പോയി അവിടെ ഇരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഭയന്നിട്ടൊക്കെ ആകാം ആളുകളെയൊക്കെ കണ്ട്. ഉദ്യോഗസ്ഥരെത്തി അതിനെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴേക്ക് പറന്നു പോവുകയാണ് ചെയ്തത്. നമുക്ക് അടുത്ത കാലത്തൊക്കെ ധാരാളമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മയിലുകൾ എത്താറുണ്ട്. മനസ്സിലാക്കുന്നിടത്തോളം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചരക്ക് വരുന്ന വാഹനങ്ങളിലൊക്കെ കയറിയാണ് ഈ മയിൽ എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ പറയുന്നത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് മയിൽ സാധാരണ നിലയിൽ കാണുന്നത് വരണ്ട കാലാവസ്ഥയിലാണ്. നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം, മയിലിന് ജീവിക്കുന്നത് പൊതുവെ ഒരു വരണ്ട കാലാവസ്ഥയിലാണ്. ആ കാലാവസ്ഥയിലുണ്ടായ മാറ്റമൊക്കെ കൊണ്ടാകാം ഒരു പക്ഷേ മയിലിനെ വ്യാപകമായി കാണുന്നതെന്നൊക്കെയുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വിദഗ്ധരാണ് അതിനെക്കുറിച്ച്. ശരിയാണ്.